അപർണയോടുള്ള റിക്വസ്റ്റ്, അപർണയുടെയും എന്റെയും ഒക്കെ അമ്മയാകാൻ പ്രായമുള്ള ഒരു വ്യക്തിയാണ് ശശികല ടീച്ചർ. ഒന്നെങ്കിൽ ശ്രീമതി ശശികല എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ശശികല ടീച്ചർ എന്ന് വിളിക്കുക. ഈ നാടിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളെ അത്രയധികം ബഹുമാനത്തോടു കൂടി അഭിസംബോധന ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ട്. അപർണ ഒരു വരി അല്ല, ശ്രീ ശശികല ടീച്ചർ ഒരു നല്ല ഫയർ ബ്രാൻഡ് പ്രസംഗകയാണ്. ഹിന്ദു സമൂഹത്തിൽ സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുന്ന മതവിദ്വേഷം പടർത്തുന്ന ഒരു സ്ത്രീ, അങ്ങനെ പറഞ്ഞാൽ മതി ശശികലയെ. അപർണ ഒരു വരിയിലൊരു നിലപാട് വെക്കാൻ അവസരം തരണം. അപർണ ഒരു വരിയിലൊരു നിലപാട് വെക്കാൻ എവിടെ പോകുന്നു ഈ പണം എന്ന് ഈ നിൽക്കുന്ന ഹിന്ദുക്കൾക്ക് എപ്പോഴെങ്കിലും ചോദിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ അങ്ങാടിയിൽ ഇരിക്കേണ്ട ഗതികേട് നിങ്ങൾക്ക് വരുമായിരുന്നില്ല. അവിടെ കുമിഞ്ഞുകൂടുന്ന കോടികളും സ്വർണവും വെള്ളിയും ഏതിലെ പോകുന്നു? ഹിന്ദുവിന്റെ അമ്പലങ്ങൾ അത്രയും പിഴിഞ്ഞെടുത്ത് ഹിന്ദുവിനെ പട്ടിണിയിലേക്ക് തള്ളിയിട്ട് കന്യാസ്ത്രീകളുടെ ഇരയാക്കി മാറ്റുമ്പോ ഇതുവരെ പ്രതികരിക്കാൻ നമുക്ക് സാധിച്ചിരുന്നു എങ്കിൽ നമുക്ക് വടിയെടുക്കേണ്ടി വരുമായിരുന്നില്ല. ഇനി എടുത്തേ പറ്റൂ, കാരണം പിടിവിട്ടുപോയി. ഞാനിവരുടെ പ്രസംഗം കേട്ടു. അയ്യോ, ഞാൻ ഞെട്ടിപ്പോയി. കാരണം വാതരോഗം പിടിച്ച് തളർന്നു കിടക്കുന്ന ഹിന്ദുക്കൾ വരെ ചാടി എഴുന്നേറ്റ് ഈ രാജ്യത്ത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഉന്മൂലനം ചെയ്യുന്ന ഒരു വർഗീയ പ്രസ്ഥാനം ഈ സവർണ ഈ തീവ്ര ഹിന്ദുത്വ ഏജന്റിന് പോലീസ് ചവിട്ടിക്കൂട്ടണ ഇപ്പേ കേസ് എടുക്കണം. ആനപ്പുറത്ത് ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠ വെച്ചിട്ട് മറ്റേ പിണ്ടവും മൂത്രവും വഹിക്കുന്നത് പ്രശ്നമല്ല. കുട്ടി മൂത്രമൊഴിച്ചാൽ പുണ്യാഹം. ഈ ശബരിമലയിൽ കഴുതക്ക് കയറാം, ഏറ്റവും മുകളിൽ വെല്ലവും കൊണ്ട് ആനക്ക് കയറാം, പെണ്ണുങ്ങൾക്ക് കയറിക്കൂടാ. ആ നാരോ മൈൻഡ്. ഇത് കലാപത്തിന്റെ തുടക്കമാണ്. ജാതി കോമരങ്ങൾ ഇറങ്ങിയിരിക്കും. മുലക്ക് കരം പിരിച്ചതിന്റെ ബാക്കി പത്രങ്ങളാണ്. അതേ ആനപ്പിണ്ടത്തിൽ തല മൂത്രത്തിൽ ഈനയിലെ മുക്കിയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ചവിട്ടി കൂട്ടണം. അല്ലെങ്കിൽ ഈ കേരളം ഇവർ ഉത്തർപ്രദേശ് ആക്കും. പോലീസ് ചവിട്ടിക്കൂട്ടണം. ഇപ്പേ കേസ് എടുക്കണം. അഭിലാഷ് ബാക്കിയുള്ളവർക്ക് കൊടുത്ത സമയത്തിന്റെ പകുതി പോലും തരണ്ട. പക്ഷെ അഭിലാഷിന്റെ ചോദ്യത്തിന്റെ അത്രയെങ്കിലും സമയം തരണം. ഇടയ്ക്ക് നെഞ്ചിനുള്ളിലുള്ള അയ്യപ്പ സ്വാമിയാണ് സത്യം. ജസ്റ്റിസ് ദീപക് മിശ്ര കള്ളനാ. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്ദി. ഇതിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാമെന്ന് നമുക്ക് എല്ലാം അറിയാം. അല്ല, എനിക്കറിയില്ല. ഇത് താങ്കൾക്ക് അറിയാമെങ്കിൽ ഒന്നാമത് ഞാൻ താങ്കളോട് ചോദിച്ച ചോദ്യം അതറിയാം. താങ്കളെ മനഃപൂർവ്വം തടസ്സപ്പെടുന്നതല്ല. ചീഫ് ജസ്റ്റിസ് അയാളെ മുഖത്ത് നോക്കി കള്ളാന്ന് വിളിക്കാതിരുന്നാണ്. പിന്നെ എനിക്ക് ഭാര്യയും കുട്ടിയും വീട്ടിലുണ്ട്. എനിക്ക് തിരിച്ചു പോകണം. ജയിലിൽ കിടന്ന എന്റെ ശമ്പളം കിട്ടില്ല, എന്റെ വീട്ടുകാർക്ക് കഴിക്കാൻ ആഹാരം കിട്ടില്ല. അതുകൊണ്ട് ഈ ജസ്റ്റിസ് ദീപക് മിശ്ര കള്ളനാണ്. അഭിലാഷിന് അറിയാം, അവിടെ ഇരിക്കുന്ന നീലകണ്ഠൻ സാറിന് അറിയാം. എനിക്കറിയില്ല. അഭിലാഷിന് കോടതി ഇലക്ഷൻ വരില്ല. എനിക്ക് കോടതി ഇലക്ഷൻ വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഒരു കാര്യവുമില്ലാതെ ഒരു വ്യക്തിയെ വ്യക്തിപരമായി തേജോവധം ചെയ്യുക എന്നുള്ളത് എങ്ങനെയാണ് ഒരു ചർച്ചയിൽ അനുവദിക്കാൻ കഴിയുക? അതൊന്നും പറ്റില്ല. ഇപ്പോ ജഡ്ജ്മെന്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ താങ്കൾ ജഡ്ജ്മെന്റിനെ വിമർശിക്കാം. പക്ഷേ ജഡ്ജ്മെന്റ് ഇഷ്ടമുള്ളത് പ്രകാരമല്ല എങ്കിലാണ് ജഡ്ജി ചർച്ചയിൽ എന്തൊക്കെ നടക്കുന്നതിലേക്ക് വരാറുള്ളൂ. ഞാൻ ചോദിച്ച ചോദ്യം തന്നെ എന്തായിരുന്നു എന്ന് താങ്കൾക്കറിയാം. അത് വിധി പറഞ്ഞ ജഡ്ജിയെ കുറിച്ചോ ജഡ്ജ്മെന്റിനെ കുറിച്ച് പോലും ആയിരുന്നില്ല. താങ്കൾ ഇതല്ലേ പറയുന്നത്? പിന്നെ എങ്ങനെയാണ് 30 സെക്കൻഡ്? എന്തായാലും ചീഫ് ജസ്റ്റിസ് ആരെയും വ്യക്തിഹത്യ ചെയ്യാൻ താങ്കൾ അനുവദിക്കില്ല. താങ്കൾ ഇനിയിപ്പോ ഏതൊക്കെ അന്താരാഷ്ട്ര ചാനലിൽ ചർച്ച നടത്തിയെന്ന് പറഞ്ഞാലും ആരെയും വ്യക്തിഹത്യ നടത്താനുള്ള അനുവാദം ഉണ്ടാകില്ല. എന്റെ സൂചിപ്പിച്ചല്ലോ എന്താണ് പറഞ്ഞത്. ചർച്ചയിൽ എന്തൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. എന്റെ അഭിലാഷെ ഒരു വരി പറയട്ടെ. പറയൂ. എന്റെ അഭിലാഷെ ഒരു വരി പറയട്ടെ. ഒന്നോ രണ്ടോ വരി പറഞ്ഞോളൂ. എന്റെ അഭിലാഷെ ഒരു വരി പറയാനുള്ള അവസരം തരൂ. ഒരാൾ പറയുന്നത് മറ്റൊരാൾ കേൾക്കുന്നത് പോലും ഇല്ല. പിന്നെ എങ്ങനെ ശരിയാവുന്നത്? ആരെങ്കിലും ഒന്ന് ഉറപ്പിക്കാം. ആരാ ഗുണ്ട? ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? സനീഷിനോടാണോ സ്കൂളിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചത്? ഒരു എടുത്തോളൂ. 11 അത് തന്നെ ചോദിച്ചോണ്ടിരിക്കുക. ഒരു നിമിഷം സന്ദീപാനന്ദഗിരി അദ്ദേഹം പറയട്ടെ. ശ്രീ സന്ദീപാനന്ദഗിരി അദ്ദേഹം പറയട്ടെ. നീ ഫുട്ബോളും ബാസ്കറ്റ്ബോളും കളിക്കുമ്പോൾ ബാസ്കറ്റ്ബോളിൽ ബോൾ കൈവച്ചെടുക്കാം. അതുകൊണ്ട് ഫുട്ബോളിലും കൈവച്ചെടുക്കാമല്ലോ എന്ന് പറയുന്ന കുബുദ്ധിയും കുയുക്തിയുമാണ് അതിന് പിന്നെ. മനസ്സിലായില്ല. അതായത് സത്യസന്ധമായി പറയാം, എന്തിനാ കള്ളം പറയാം. ഇതാണ് പൊളിറ്റിക്കൽ ആക്സസ്. അതായത് ദൂരെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇതാണ് പൊളിറ്റിക്കൽ ആക്സസ്. XY ആക്സിസ് എന്നൊക്കെ പറയുന്നത് പോലെ ഇതിന്റെ നടുക്കാണ് ഗാന്ധിജി. ഗാന്ധിയൻ ആക്സിസ് ആണ് ഇന്ത്യയിലെ സെന്റർ എന്ന് പറയുന്നത്. ലെഫ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ സെന്റർ ലെഫ്റ്റ് ആണ് ശരിക്കും നെഹ്റു. സോഷ്യലിസ്റ്റോട് കമ്മ്യൂണിസ്റ്റോടൊക്കെ താല്പര്യം നെഹ്റുവിനേക്കാൾ ലെഫ്റ്റ് ആണ് CPI. ആരാ വലത്? ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സെന്റർ റൈറ്റ് ആണ് പട്ടേൽ.
അപ്പൊ ഈ റൈറ്റും ലെഫ്റ്റും എന്താണെന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് പശുവില് ഒരു നിലപാടിലെത്താൻ കഴിയും. എന്തുവാ അപ്പൊ ഈ റൈറ്റും ലെഫ്റ്റും എന്താണെന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് പശുവില് ഒരു നിലപാടിലെത്താൻ ശ്രീകൃഷ്ണൻ ഇദ്ദേഹം പറഞ്ഞു യാദവനാണെന്ന്. ആര് പറഞ്ഞു? ശ്രീകൃഷ്ണൻ ഒന്നാം തരം ക്ഷത്രിയനാണ്. അദ്ദേഹം രാജ പദവി ഉണ്ടായിരുന്നു, ബലരാമന് രാജപദവി ഉണ്ടായിരുന്നു. അവര് ശരിക്കും രാജ്യം ഭരിച്ചിരുന്നവർ തന്നെയാണ്. ഇപ്പൊ യാദവനാണ്, OBC ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നരേന്ദ്രമോദി ഇപ്പൊ OBC അല്ലേ? സത്യം പറ. സെന്റർ റൈറ്റ്. എന്റെ പൊന്നെ, ഒരു മനുഷ്യനെ അവൻ ആട്ടിറച്ചി കഴിക്കുന്നു. അവന്റെ വീട്ടിലേക്ക് 200 പേര് 3G 4G ഒക്കെ വെച്ച് വാട്സ്ആപ്പ് മെസ്സേജും കൊടുത്ത് വീട്ടിലേക്ക് അടിച്ചു കയറി ഇഷ്ടി കൊണ്ട് അടിച്ചു കൊല്ലുമ്പോൾ ഞാൻ സെന്റർ റൈറ്റ് ആണ്, ഞാൻ സെൻട്രൽ ലെഫ്റ്റ് ആണ്. ഒരു കാര്യം വരുമ്പോൾ ഒരു നിലപാടെടുക്കണം. സമയത്തിലേക്ക് അങ്ങ് ആ 30 സെക്കൻഡ് എനിക്ക് തരണം. എന്തുകൊണ്ട് അങ്ങയുടെ ആ ബ്ലൂ ഷർട്ടിന്റെ കൂടെ ഞാൻ കൊണ്ടുവന്ന ആ ചുമന്ന ചുരിദാറിന്റെ ഷോൾ താങ്കൾക്ക് ധരിക്കാൻ കഴിയുന്നില്ല? അങ്ങനെയല്ലേ നമ്മൾ പുരോഗമനം ഉണ്ടാക്കുന്നത്? എന്തൊരു വിദണ്ഡവാദവും കുയുക്തിയുമാണ് ചോദിക്കുന്ന പോലെ. എന്തിന് സാറിന് പാവാടിയിട്ടുകൂടാ? സാറിന് പാവാടിട്ട് ഓടേണ്ട കാര്യമില്ല. രാജം വെട്ടിച്ചേർക്കുന്നോട് പാവാടിയിട്ടുകൂടാ. രാജം വെട്ടിച്ചേർക്ക് പാവാടിട്ട് ഓടേണ്ട കാര്യമില്ല. ഉടുക്കുന്നതിന് ഒരു സ്വാതന്ത്ര്യം കിട്ടിയത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു മാഡം ഉടുക്കുന്ന സാരിയല്ലേ? സോണിയാഗാന്ധി മാഡം ഉടുക്കുന്നത്, ശ്രീമതി സുഷമ സ്വരാജ് ഉടുക്കുന്ന സാരിയല്ലേ? ഇതൊരു വാദം വെച്ചോ. സാരി കച്ചവടം നീല ഷർട്ടിനോട് നന്നായി ചേരുന്നുണ്ട്. അവർ വിളിക്കുന്ന കാര്യങ്ങളാണ് വലുത് എന്ന് അടിച്ചേൽപ്പിക്കാം. ഒരു വരി കൂടി പറയാം. എന്തൊക്കെയാണ് പറയുന്നത്? ഒരു പിടിയുമില്ല. എന്തൊക്കെയായിരുന്നു പറയുന്നത്? അവർക്ക് പാവാട ഇട്ടുകൊണ്ട് ഓടാൻ കഴിയുന്നില്ല, അവർക്ക് പാൻറ് ഇട്ടുകൊണ്ട് സുഖമായി ഓടി നടക്കാം. അവർക്ക് ചലന സ്വാതന്ത്ര്യം കിട്ടും, കുട്ടികൾ സന്തോഷിക്കുന്നു. ആ സന്തോഷം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടുണ്ടാണ്? അല്ല, പാൻറ് സ്വാതന്ത്ര്യം കുറഞ്ഞു പോകുമോ? ബേസിക്കലി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാണ് ഞാൻ. എന്റെ പൊന്നു രാഹുലെ, ചുരിദാർ ഇടുന്നതിനേക്കാൾ കംഫർട്ട് എനിക്ക് പാനും ഷർട്ട് ഇടലാണ് എന്ന് ഒരു സ്കൂൾ തീരുമാനിക്കുന്നു. ഇതിന്റെ പിന്നിലെ നിലപാട് പോപ്പ് പറഞ്ഞതാണ്. എന്തിനാ പാവം പോപ്പനെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്? ഹാഷ്മി എന്നെ അങ്ങനെ ഒബ്ജക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇരട്ടി സൗണ്ട് എനിക്കുണ്ട്. അത് ഞങ്ങൾക്കറിയാം. ശബ്ദമലിനീകരണം. ജയന്റെ മരണത്തിന് പിന്നിൽ ദിലീപിന്റെ കറുത്ത കരങ്ങളാണ്. നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ബെയിലിൽ ഇറങ്ങുന്ന ക്രിമിനലുകളിൽ അവർ നിരപരാധികളാണെങ്കിൽ 5% മാത്രമേ അവർ രക്ഷപ്പെടാൻ ട്രൈ ചെയ്യൂ. ക്രിമിനലുകളാണെങ്കിൽ 100% ട്രൈ ചെയ്യും എന്ന് ക്രിമിനൽ സൈക്കോളജി പറയുന്നുണ്ട്. തെള്ളുന്നതിനൊക്കെ എന്തെങ്കിലും ഒരു മര്യാദയും മയവും വേണ്ടേ? ഏത് ക്രിമിനൽ സൈക്കോളജിസ്റ്റ് ആണ് ഇങ്ങനെ പറഞ്ഞത്? ക്രിമിനൽ സൈക്കോളജിയുടെ ഏത് ടെക്സ്റ്റ് ബുക്കിലാണ് പറഞ്ഞത്? അങ്ങ് പറയൂ. ഞാൻ എന്റെ സമയം ബൈജു കൊട്ടാരക്കര കേൾക്കൂലെന്ന് പറയും. എന്തോ എനിക്ക് ചൊറഞ്ഞു കയറി വരുന്നുണ്ട്. ഞാൻ താങ്കളെ അല്ല ഞാൻ പറയുന്നത്, മനസ്സിലായല്ലോ? ഞാൻ താങ്കളെ തന്നെയാണ് പറയുന്നത്. അല്ലല്ല, എന്നാൽ ഞാൻ താങ്കളെയാണ് പറയുന്നത്. രാവിലെ മുതൽ ദിലീപിന്റെ കയ്യിൽ ദിലീപിന് വേണ്ടി അവന്റെ അമേജം വരെ വാരി തിന്നാൻ എന്നെ കിട്ടില്ല. മനസ്സിലായില്ലേ? ദിലീപിനെ ഇമാതിരി തീട്ട കേസുമായിട്ട് എന്റെ സ്റ്റേഷനിലോട്ട് വന്നേക്കരുത്. 2 ചുണക്കുട്ടികൾ കിഴക്കെടുത്ത് കയറി തെറി കൊണ്ട് അഭിഷേകം നടത്തുന്നു. നല്ല വെറൈറ്റി തെറികൾ. അവർക്ക് ഒരു കാര്യം അറിയാമോ? ഇന്നലെ എന്നെ ഈ കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട്. അറിയാമോ? കക്ഷി ചേർത്തല്ല, സാക്ഷിയാക്കിയിട്ടുണ്ട്. അതാണ് സത്യം. അങ്ങനെ വിട്ടാ പറ്റൂല. ചുമ്മാ വിളിച്ചോണ്ടിരിക്കാതെ ഒരു കുട്ടി കുറഞ്ഞ കൂട്ട് എന്തെങ്കിലും പറഞ്ഞു അയാൾ സ്വന്തമായിട്ട് പറഞ്ഞല്ലോ സാമൂഹ്യ നിരീക്ഷകനാണ്. ഇവൻ സാമൂഹ്യ നിരീക്ഷകനല്ല, സാമൂഹ്യ ദ്രോഹിയാണ്. സാമൂഹ്യ ദ്രോഹി. എനിക്ക് മതിയായില്ലടാ. മനുഷ്യകുലത്തിനെ ദ്രോഹിക്കുന്ന, സ്ത്രീകളെ ദ്രോഹിക്കുന്ന, അവരെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഏതോ ഒരുത്തന് വേണ്ടിയിട്ട്, അവർ കുറ്റം ചെയ്ത ഒരുത്തന് വേണ്ടിയിട്ട്, അവന്റെ പിച്ചക്കാശിന് വേണ്ടിയിട്ട് നിറങ്ങി നടക്കുന്ന ഇത് പണിയാവോ? എന്റെ അമ്മാച്ചന്റെ തേങ്ങ വീണപ്പോഴും ആദ്യം ഇതുപോലെ ആയിരുന്നു. താൻ സബ്സ്ക്രൈബ് ചെയ്തോ?